നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ US വെടിനിർത്തൽ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടം. 1 ഗ്രാം സ്വർണത്തിന് 365 രൂപയും പവന് 2920 രൂപയും ഇന്ന് വർദ്ധിച്ചു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 1,12,800 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 14,100 രൂപയുമാണ്. US ഇറാൻ അനിശ്ചിതത്വത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഇടിഞ്ഞിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ 2% വർദ്ധിച്ച് ഔൺസിന് $4,803 സ്വർണം ഇന്ന് വ്യാപാരം നടത്തുന്നത്. ഒരു മാസത്തിലേറെയായി തുടരുന്ന US ഇറാൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമം കുറിച്ചതോടെയാണ് സ്വർണ്ണവില ഉയർന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇറാനും അംഗീകരിച്ചതോടെയാണിത്. യുദ്ധം അവസാനിക്കുമെന്ന അഭ്യൂഹം ശക്തമായതോടെ എണ്ണവില കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇതോടെയാണ് സ്വർണത്തിന് ശക്തമായ ഡിമാൻഡ് അനുഭവപ്പെട്ടത്. ട്രംപും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമാണ് വെടിനിർത്തൽ സ്ഥിരീകരിച്ചത്. US ആക്രമണങ്ങൾ നിർത്തിയതിനാൽ 2 ആഴ്ചത്തെ വെടിനിർത്തലിനെ നിബന്ധനകളോടെ സമ്മതിച്ചതായി ഇറാൻ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ അറിയിച്ചതായി അബ്ബാസ് അറാഗ്ചി പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ അടുത്ത 2 ആഴ്ചത്തേക്ക് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം അനുവദിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ആഗോള വിപണിയിലെ സ്വർണ്ണവിലയ്ക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലും വില നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വില വ്യത്യാസപ്പെടാറുമുണ്ട്. ചിലയിടങ്ങളിൽ സ്വർണ്ണവില മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവായിരിക്കും. കുറഞ്ഞ നികുതികളും തുറമുഖങ്ങളുമായുള്ള സാമീപ്യവുമാണ് വിലക്കുറവിന് കാരണം. സ്വർണ്ണവില കുതിക്കുന്ന സാഹചര്യത്തിൽ വിലക്കുറവിൽ സ്വർണം വാങ്ങാൻ എവിടെ പോകണമെന്ന് അറിഞ്ഞിരിക്കുന്നതും ലാഭകരമായേക്കാം. 2026 സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായി ഏറ്റവും വിലക്കുറവിൽ സ്വർണം ലഭിക്കുന്ന 5 സംസ്ഥാനങ്ങളും അതിനുള്ള കാരണവും വിശദമായി തന്നെ അറിയാം. ഒരു സംശയം വേണ്ട, ഏറ്റവും വിലക്കുറവിൽ സ്വർണം ലഭിക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. ഇന്ത്യയുടെ സ്വർണ്ണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. വലിയ അളവിൽ സ്വർണ്ണ ഉപഭോഗമുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. ഉയർന്ന മത്സരമുള്ള വിപണിയും കൊച്ചിയെ പോലുള്ള ഇറക്കുമതി കേന്ദ്രങ്ങളോടുള്ള സാമീപ്യവും കാരണമാണ് ഇവിടെ വില കുറവ് അനുഭവപ്പെടുന്നത്. എന്തൊരു പണിക്കൂലിയാണ് സ്വർണത്തിനെന്ന് മലയാളികൾ പരാതിപ്പെടാറുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ പണിക്കൂലി കുറവാണ്. കുറവ് വിലയുള്ള മറ്റൊരു സംസ്ഥാനം തമിഴ്നാടാണ്. വിശ്വസനീയമായ കരകൗശലത്തിനും മികച്ച സ്വർണ്ണ നിരക്കിനും ചെന്നൈ പോലുള്ള പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ വളരെയധികം പ്രസിദ്ധമാണ്. ശക്തമായ പരമ്പരാഗത ആഭരണ വിപണിയുള്ള ഇവിടെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കാൻ സഹായിക്കും. ഇന്ത്യയുടെ ടെക് ഹബ്ബായ കർണാടകയിലും മത്സരാധിഷ്ഠിത സ്വർണ്ണ വിപണിയുണ്ട്. ബംഗളൂരു പോലുള്ള നഗരങ്ങൾ മികച്ച വിലയും വൈവിധ്യവും നൽകുന്നു. ദേശീയ പ്രാദേശിക ജ്വല്ലറികളുടെ സുതാര്യമായ വില നിർണ്ണയം സംഘടിത റീറ്റെയിൽ വില നിർണ്ണയവും കർണാടകയ്ക്ക് മേൽക്കൈ നൽകുന്നുണ്ട്. മഹാരാഷ്ട്രയിലും സ്വർണത്തിന് വില കുറവാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര. മുംബൈ പ്രധാന സ്വർണ്ണ ഇറക്കുമതി വ്യാപാര കേന്ദ്രമാണ്. തുറമുഖ സാമീപ്യവും ലോജിസ്റ്റിക്സ് ചിലവ് കുറയ്ക്കുന്നു. നേരിട്ടുള്ള ഇറക്കുമതി വഴി അധിക ചിലവുകൾ ഇല്ലാതാവുന്നതിനാൽ വൈവിധ്യമാർന്ന ആഭരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും. പശ്ചിമ ബംഗാൾ, പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരം സ്വർണ്ണ ഡിസൈനുകൾക്ക് ഏറെ പ്രസിദ്ധമാണ്. വടക്കൻ സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ പണിക്കൂലിയും തൊഴിലാളി കൂലിയുമാണ് ഇവിടുത്തെ ആകർഷണം. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്വർണം വാങ്ങാൻ കൊൽക്കത്തയിലേക്ക് ആകർഷിക്കുന്നു. മികച്ച പ്രാദേശിക കരകൗശല വിദ്യ കുറഞ്ഞ ചെലവിൽ മനോഹരമായ ഡിസൈനുകൾ ലഭിക്കാൻ സഹായിക്കും. സ്വർണ്ണ വിപണിയിലെ വില നിലവാരത്തിൽ സെൻട്രൽ ബാങ്കിന്റെ സ്വർണ്ണ ആവശ്യകത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ വിലയിൽ നിർണായക പിന്തുണ നിലനിർത്താൻ കഴിഞ്ഞതും ഇതിനാലാണ്. ചൈന ഈ മേഖലയിൽ ഒരു പ്രധാന കളിക്കാരായി തുടരുന്നു. പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയിൽ നിന്നുള്ള അപ്ഡേറ്റ് ചെയ്ത കരുതൽ ഡാറ്റ കാണിക്കുന്നത് കഴിഞ്ഞ മാസം സെൻട്രൽ ബാങ്ക് 5 ടൺ സ്വർണം വാങ്ങിയെന്നാണ്. 2025 ഫെബ്രുവരിക്ക് ശേഷമുള്ള ചൈനയുടെ ഏറ്റവും വലിയ വാങ്ങലാണിതെന്നും വേൾഡ് ഗോൾഡ് കൗൺസിലിലെ EMEI സീനിയർ അനലിസ്റ്റ് കൃഷ്ണൻ ഗോപാൽ പറഞ്ഞു. ഇത് തുടർച്ചയായ 17 മാസത്തേക്ക് പ്രതിമാസ വർധനവ് വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അവരുടെ സ്വർണം കൈവശം ആകെ 2313 ടണ്ണാണ്. വിപണിയിലെ ചാഞ്ചാട്ടമുണ്ടായിരുന്നിട്ടും മറ്റൊരു ആഗോള കരുതൽ കറൻസിയായി യുവാന്റെ മൂല്യം ശക്തിപ്പെടുത്തുന്നതിനായി ചൈന സ്വർണം വാങ്ങുന്നത് തുടരുമെന്നും ശക്തമായ പ്രതീക്ഷകളുണ്ടെന്നും വിശകലന വിദഗ്ധർ പറഞ്ഞു.
കഴിഞ്ഞ മാസം സ്വർണ്ണവില ഏറ്റവും മോശം പ്രതിമാസ ഇടിവ് നേരിട്ടതോടെയാണ് ചൈനയുടെ വാങ്ങൽ വേഗത വർദ്ധിച്ചത്. കഴിഞ്ഞ മാസം 11.5% കുറഞ്ഞു. സെൻട്രൽ ബാങ്ക് ഡിമാൻഡ് വില സെൻസിറ്റീവ് അല്ലെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും അവർ അവസരവാദപരമായി പെരുമാറുകയും വിലകൾ ശരിയാകുമ്പോൾ വാങ്ങുകയും ചെയ്യാം. ചൈന ഇപ്പോഴും പ്രതിബദ്ധതയുള്ള സ്വർണം വാങ്ങുന്ന രാജ്യമാണെങ്കിലും സ്വർണ്ണ വിപണിയിലെ സോവറിൻ വിഭാഗം കൂടുതൽ അസ്ഥിരമായി മാറിയിരിക്കുന്നു. കാരണം ഇറാനുമായുള്ള യുദ്ധം മൂലം സാമ്പത്തികമായി തകർന്നടിഞ്ഞ അവരുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ കേന്ദ്ര ബാങ്കുകൾക്ക് അവരുടെ സ്വർണ്ണശേഖരം പണമാക്കി മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നും ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതുവരെ ഔദ്യോഗിക കരുതൽ ശേഖരം സംബന്ധിച്ച് ഏറ്റവും സുതാര്യത പുലർത്തുന്നത് തുർക്കിയുടെ കേന്ദ്ര ബാങ്കാണ്. സെൻട്രൽ ബാങ്കിൽ നിന്നുള്ള ഡാറ്റ കാണിക്കുന്നത് അവരുടെ സ്വർണ്ണ ശേഖരം 69.1 ടൺ കൂടി കുറഞ്ഞു എന്നാണ്. ഇത് കഴിഞ്ഞ മാസത്തെ മൊത്തം ഇടിവ് 118 ടണ്ണിലധികമായി. റിപ്പോർട്ടുകൾ പ്രകാരം 2013 ശേഷമുള്ള തുർക്കിയുടെ സ്വർണ്ണ ശേഖരത്തിലെ ഏറ്റവും വലിയ ഇടിവാണിത്. സ്വർണത്തിന്റെ ഒരു ഭാഗം വിറ്റഴിച്ചെങ്കിലും സ്വാപ്പ് കരാറുകൾ വഴി അതിൽ ഭൂരിഭാഗവും ധനസമ്പാദനം നടത്തിയിട്ടുണ്ടെന്നും സെൻട്രൽ ബാങ്ക് പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി ലിറയും മറ്റു വിദേശ കറൻസികളും വാങ്ങാൻ അവർ ഈ ലിക്വിഡിറ്റി ഉപയോഗിച്ചു. ഏതായാലും നിലവിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പറയാൻ സാധിക്കില്ല, ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന പല ചാഞ്ചാട്ടങ്ങളും സ്വർണ്ണവിലയെ കുതിച്ചുയരാനും അതുപോലെ തന്നെ നിമിഷങ്ങൾക്കകം അത് വില മൂക്കുകുത്തി താഴേക്ക് വീഴാനുള്ള എല്ലാ സാധ്യതയും വരും ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും.